ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് എന്നേക്കുമായി തുടച്ചുമാറ്റപ്പെട്ട മനുഷ്യ അടിമത്തത്തെ അങ്ങേയറ്റം പ്രാകൃതമായ വ്യവസ്ഥകളോടെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവന്ന അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ പൂർവാധികം ശക്തിയോടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ അനുവാദമില്ലാത്ത അവിടെ പിതാവിന്റെ മരണത്തെ തുടർന്ന് രണ്ട് ഇളയ സഹോദരിമാരുള്ള സ്വന്തം കുടുംബത്തിന്റെ ഭാരം തോളിലായ 13 വയസ്സുകാരിയായ പെൺകുട്ടി ആൺവേഷം ധരിച്ച് ജോലി ചെയ്യാൻ നിർബന്ധിതയാവുകയും ഒടുവിൽ ഇപ്പോൾ താലിബാൻ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു. ആ പാവം പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് ക്യാമറയ്ക്ക് മുമ്പിൽ നിർത്തിക്കൊണ്ട് കുറ്റസമ്മതം നടത്താൻ നിർബന്ധിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയുണ്ടായി. സ്ത്രീകളോട് അങ്ങേയറ്റം ക്രൂരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അവരുടെ അതിജീവനത്തിന്റെ വ്യക്തമായ കാഴ്ചകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. താലിബാൻ ഭീകരവാദികളുടെ കരിനിയമങ്ങൾക്ക് കീഴിൽ ജീവിക്കുന്ന പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ അവസ്ഥകളെ തുറന്നു കാണിക്കുന്ന ദൃശ്യങ്ങളിലെ നോറിയ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന പെൺകുട്ടി പിതാവിന്റെ മരണം നൽകിയ അനാഥത്വവും അനിയത്തിമാരുടെ അതിജീവനവും അടങ്ങുന്ന ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളുടെ മുമ്പിൽ തോറ്റുകൊടുക്കാതെ അധ്വാനിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം മുൻനിർത്തിയാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കടുത്ത അവഗണനയും പീഡനങ്ങളും മാത്രം നൽകുന്ന അഫ്ഗാൻ സമൂഹത്തിൽ നൂർ അഹമ്മദ് എന്ന പുരുഷനാമമെടുത്ത് നന്നേ ചെറുപ്രായത്തിൽ ജോലി ചെയ്യാൻ ഇറങ്ങിയത്. അങ്ങനെ 3 വർഷമായി ഒരു കഫേ ഷോപ്പിൽ ജോലി ചെയ്ത് അവൾ കുടുംബം പോറ്റി വരികയായിരുന്നു. വളരെ തുച്ഛമായ ശമ്പളമായിരുന്നു അവൾക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ പിതാവ് നഷ്ടപ്പെട്ട ആ കുടുംബത്തിന്റെ ആകെ വരുമാന മാർഗം അതായിരുന്നുവെന്നും അഫ്ഗാനിലെ കരിനിയമങ്ങൾ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഇപ്പോഴും ശക്തമായി തുടരുന്നതിനാൽ ഇങ്ങനെ ജോലി ചെയ്യുകയല്ലാതെ മറ്റ് മാർഗമില്ല എന്നുമായിരുന്നു. തൻ്റെ സാഹചര്യങ്ങൾ നിമിത്തമാണ് ഇത്തരം ജോലി ചെയ്യാൻ കുടുംബത്തെ പോറ്റാനും നിർബന്ധിതയായതെന്നും ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കേണ്ടി വന്നത് എന്നുമാണ് ആ പെൺകുട്ടി പറയുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട മേഖലയിൽ നിന്നെല്ലാം സ്ത്രീകളെയും പെൺകുട്ടികളെയും നീക്കുകയും സർക്കാർ ജോലികളിൽ നിന്ന് സ്ത്രീകളെ പൂർണ്ണമായി ഒഴിവാക്കുകയും സ്വകാര്യ ബിസിനസ് സംരംഭങ്ങളിലും അന്താരാഷ്ട്ര സംഘടനകളിലുമൊക്കെയുള്ള സ്ത്രീകളുടെ തൊഴിലുകളും പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തിരുന്നു. എല്ലാറ്റിലും ഉപരിയായി സ്ത്രീകൾക്ക് എളുപ്പം ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ കഴിയുമായിരുന്ന അവരുടെ വരുമാന സ്രോതസ്സുകളിലൊന്നായ ബ്യൂട്ടി പാർലറുകളും സലൂണുകളും രാജ്യവ്യാപകമായി അടച്ചുപൂട്ടി. ആയിരക്കണക്കിന് സ്ത്രീകളുടെ ഉപജീവന മാർഗവും ഇല്ലാതാക്കിയിരിക്കുന്നു. തീവ്രവാദി ഭരണകൂടത്തിന്റെ ഈ നയങ്ങളിൽ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത മക്കളുള്ള വിധവകളായ സ്ത്രീകളുടെയും പുരുഷ വരുമാനക്കാർ ഇല്ലാത്തതുമായ കുടുംബങ്ങളിലും സൃഷ്ടിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ മുച്ചൂടും മുടിക്കുന്ന തരത്തിൽ താലിബാനികൾ ഉണ്ടാക്കിവെച്ച നിയമങ്ങൾ നിമിത്തം മത പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പരമരഹസ്യമായി ജോലി ചെയ്ത് ജീവിക്കുവാൻ സ്ത്രീകളും പെൺകുട്ടികളും നിർബന്ധിതരായിരിക്കുകയാണ്. ഇത്തരം ജോലികളിൽ കഠിനമായ പല പ്രതിസന്ധികളും അവർക്ക് തരണം ചെയ്യേണ്ടതായി വരുന്നുണ്ട്. എന്നാൽ താലിബാൻ ഭീകരവാദികൾക്ക് ലൈംഗിക അടിമകളായി ജീവിക്കുന്നതിലും നല്ലത് ജീവൻ പണയപ്പെടുത്തിയാണെങ്കിലും ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നതാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇപ്പോൾ തീവ്രവാദികളുടെ ശരീഅത്ത് പോലീസ് പിടിച്ച് ബലാത്കാരമായി കുറ്റം സമ്മതിപ്പിക്കുന്ന നോറിയ എന്ന പെൺകുട്ടി മാത്രമല്ല, സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും ജോലി ചെയ്യുവാനും നിരവധി നോറിയമാർ ആൺകുട്ടികളുടെ വേഷവും നാമവും കടമെടുത്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ വേഷപ്രച്ഛന്ന ജീവിതം അതിജീവനത്തിന്റെ പോരാട്ടമായി അഫ്ഗാനിസ്ഥാനിലെ നിസ്സഹായരായ പെൺകുട്ടികൾ പലരും ഏറ്റെടുത്തിട്ടുണ്ട്. ഈ അതിജീവന പോരാട്ടം ലോക ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തപ്പെടേണ്ടത് തന്നെയാണ്. താലിബാന്റെ ആദ്യ ഭരണകാലത്ത് പെൺകുട്ടികൾക്ക് മുടി മുറിച്ച് സ്കൂളിൽ പോകാനോ കുടുംബകാര്യങ്ങൾ ചെയ്യാനോ വിലക്കേർപ്പെടുത്തിയപ്പോൾ സമാനമായ മാർഗങ്ങളുമായി അവർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി തെരുവിൽ മനുഷ്യമതിൽ പണിയുന്ന പലരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിൽ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടി എന്ന പ്രതീതി ജനിപ്പിച്ച താലിബാന്റെ ലിംഗനയങ്ങൾ യാഥാർത്ഥ്യവുമായി എങ്ങനെ കൂട്ടിയിടിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നോറിയയുടെ കേസ് എന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുകയാണ്. ഒരു തരത്തിലുമുള്ള സാമൂഹിക സംരക്ഷണ സംവിധാനങ്ങളില്ലാത്തതും
പൗരന്മാരോട് ഒരു പ്രതിബദ്ധത ഇല്ലാത്തതുമായ ഭീകര ഭരണത്തിൽ ദുർബല കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് അച്ഛനെയോ ഭർത്താവിനെയോ രക്ഷിതാവിനെയോ നഷ്ടപ്പെട്ടവർക്ക് അഫ്ഗാനിസ്ഥാനിൽ ജീവിതം അങ്ങേയറ്റം നരകമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ഇപ്പോൾ അതിശക്തമായി മുറവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.